പരാജയങ്ങളിൽ നിന്ന്, തിരിച്ചടികളിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊള്ളുന്ന ചിലരുണ്ട്, ചിലരതിന് തളർന്നു പോകുന്നവരുണ്ട്. ഇയാൾ അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതിനൊരു കാരണം പണ്ട് ഈ അടുത്ത കാലത്ത് വ്യാപകമായി പ്രചരിച്ച ഒരു സംഗതിയുണ്ട്. മറ്റൊരു ടെലിവിഷൻ ചാനലിൻ്റെ ഒരു റിയാലിറ്റി ഷോയുടെ ഓഡിഷനിൽ ഇയാൾ പോവാ. ഇയാളെ ഭയങ്കരമായി പരിഹസിച്ച് അവിടെ ഇരിക്കുന്ന ജൂറി പരിഹസിച്ച് അവർ കൈകാര്യം ചെയ്ത് മടക്കി അയക്കുന്ന ഒരു രംഗം അതിപ്പോൾ വ്യാപകമായിട്ട് അത് പിന്നീട് പ്രചരിച്ചിരുന്നു. അപ്പോൾ ആ അവസ്ഥയിൽ നിന്നാണ് പുള്ളി മുന്നോട്ട് വളർന്നു വന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ മരിക്കുന്നു. അതിനൊക്കെ ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഒരു വളർച്ച നമ്മൾ വളരെ കൃത്യമായി നമ്മൾ കാണുന്നത്. അതിൽ കുമ്പളങ്ങി നൈറ്റ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര, സിനിമ മൊത്തത്തിൽ തന്നെ അതിഗംഭീരമാണ്. പക്ഷേ ഇയാളുടെ ഒരു പെർഫോമൻസ് എന്നൊക്കെ പറയുന്നത് വേറെ ലെവലാണ്. കാരണം അത് നമ്മളുടെ ഈ പലപ്പോഴും പഴയ മോഹൻലാലിൻ്റെ സിനിമകളിലൊക്കെ നമ്മളുടെ അയൽ വീട്ടിലെ പയ്യൻ എന്നുള്ള ഇമേജ് ഉണ്ടായിരുന്നു എന്ന് പറയത്തില്ല. ഇപ്പം നമ്മൾ കാണുമ്പോൾ മോഹൻലാലിൻ്റെ ഏറ്റവും ഗംഭീരമായ ചില പ്രകടനങ്ങൾ ആ പ്രായത്തിൽ, ഇയാൾ ആ പ്രായത്തിൽ എത്ര ഗംഭീരമായാണ്, എത്ര അനായാസമായാണ് അഭിനയിച്ചു പോകുന്നത്. അതുകൊണ്ട് ഇതൊക്കെ വെറുതെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, അയാളുടെ രാഷ്ട്രീയ നിലപാടുകൾ. അതായത് സിനിമാക്കാർക്കത് വലിയ അബദ്ധം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ മൂപ്പര് കഴിഞ്ഞ ദിവസവും പറഞ്ഞു, വളരെ നിഷ്കളങ്കമായിട്ട് പറഞ്ഞു, ഞാൻ ഉള്ളിൽ നിന്ന് വന്ന് പറയുന്നതാണത്. അതായത് ആരെങ്കിലും എതിർക്കാനോ കാര്യമല്ല. ഇപ്പം ഇസ്രയേലിലൊരു പ്രശ്നം, അത് അയാൾ പറഞ്ഞല്ല, ഇസ്രയേലൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഒരാൾ സ്വാഭാവികമായിട്ട് ഇങ്ങനൊരു നിലപാടെടുക്കുക എന്നുള്ളത് വളരെ സ്വാഭാവികമുള്ള കാര്യമാണ്. അതിൻ്റെയൊക്കെ പേരിൽ എതിർക്കാൻ ശ്രമിക്കുമ്പോഴും ഞാനതൊക്കെ തുടരും എന്ന സൂചനയാണ് അയാൾ നൽകുന്നത്.